ഇന്ന് കവി ആയിരിക്കുക പോലും വളരെ ആപൽക്കരമായി മാറിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആരും കവിത എഴുതിക്കളയും എന്ന് പറഞ്ഞ വളരെ അപകടകരമായ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് നോക്കിയാൽ അറിയാം. സാമൂഹ്യ മാധ്യമങ്ങൾ എഴുതുന്നത് വളരെ നല്ലത്, നമ്മൾ കടലാസിൽ അച്ചടിച്ച് അത്രയും വനനശീകരണം നടത്തേണ്ടതിൽ. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതി ആളുകളുടെ എല്ലാം കയ്യടി നേടിയിട്ട് അത് പുസ്തകമായിട്ട് അച്ചടിച്ചിറക്കുന്നു. പക്ഷെ നമ്മൾ എഴുതുന്നതെല്ലാം കവിതയാണെന്ന് അവകാശപ്പെടാനുള്ള അസാധാരണമായ ധൈര്യം നിലനിൽക്കുന്ന ഒരു ലോകത്ത് കവിയായിരിക്കുക ആപൽക്കരമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, കവിയുടെ എഴുത്തുകാരൻ്റെയൊക്കെ ജാതി നോക്കി ആളുകളെ വിചാരണ ചെയ്യാനുള്ള ഒരു പുതിയ പ്രവണത കൂടി നമ്മുടെ സാഹിത്യ രംഗത്ത് സാമൂഹിക രംഗത്തും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കാലത്ത് ഈ സ്ഥാനപ്പേരും വെച്ചുകൊണ്ട് പ്രഭാവർമ്മ അതും ഈ പാരമ്പര്യത്തെ വിടാതെ തന്നെ ആധുനികമായി എഴുതാനുള്ള ശൈലി പിന്തുടരുന്നു എന്നുള്ളതും വളരെ സാഹസികമായൊരു പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത്തരം വിചാരണകളെ അതിജീവിക്കേണ്ടി വരുന്ന ഒരു കാലത്തും കവിത അതിൻ്റെ ഏറ്റവും ജൈവമായ പാരമ്പര്യത്തെയും ഏറ്റവും ആധുനികമായ പുതിയ സൂക്ഷ്മ വികാരങ്ങളെയും ഉൾക്കൊള്ളുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കവിതയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്.